തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ സമാന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നു നിർബന്ധിച്ച് എന്ന് മാത്രമല്ല, ഈ പ്രക്രിയയ്ക്കാകെ വളരെ സങ്കീർണമായ സൂക്ഷ്മമായി ചെയ്യേണ്ട ഈ പ്രക്രിയയ്ക്കാകെ ഒരു 2 ആഴ്ച സമയം മാത്രമാണ് കൊടുക്കുന്നത്. ഇങ്ങനെ ഗില്ലറ്റിൻ ചെയ്ത് ഇത് ചുട്ടെടുക്കേണ്ട എന്ത് കാര്യമിരിക്കുന്നു എന്നൊരു ചോദ്യമുണ്ട്. എന്തു പറയും? അതെ, അതാണ് ഈ SIR ഇപ്പോൾ ബീഹാറിൽ നടത്തിയ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അത് ഇലക്ഷൻ നടക്കുന്നതിന് ഒരു 1-2 മാസം മുമ്പ് മുതൽ അതിൻ്റെ പരിപാടി ആരംഭിച്ചത്. അപ്പോൾ അത്രയും ധൃതി വെച്ച് ഒരു ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പ് നടത്തരുത് എന്ന് എല്ലാവരും പറഞ്ഞതാണ്. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസൊക്കെ അത് പറഞ്ഞതാണ്, ഓപ്പോസിഷൻ പൊളിറ്റിക്കൽ പാർട്ടീസ്. പക്ഷേ അവരത് അംഗീകരിച്ചില്ല. അത് നമ്മുടെ ഈ നിയമം അനുസരിച്ച് നോക്കിയാൽ, റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1950 അനുസരിച്ച് നോക്കിയാൽ, ഒരു ഇലക്ഷൻ നടക്കുന്നതിന് മുൻപ് നടത്തേണ്ട ഒരു റിവിഷൻ അത് സമ്മറി റിവിഷനെ ആകാൻ സാധ്യതയുള്ളൂ. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആകാവൂ. അതൊരു മാൻഡേറ്ററി പ്രൊവിഷനാണ്. അത് നടത്തിയിരിക്കണമെന്നാണ്. ഇലക്ഷൻ കമ്മീഷന് നടത്തണ്ട എന്ന് പറയാൻ പ്രത്യേകമായ കാരണങ്ങളുണ്ടെങ്കിൽ അപ്പം മാറ്റാം എന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ അത് മാൻഡേറ്ററിയാണ്. അതായത് ഇലക്ഷന് നടക്കുന്നതിന് മുമ്പ് നടത്തുന്ന റിവിഷൻ എന്ന് പറയുന്നത് അത് സമ്മറി റിവിഷനാണ്. അല്ലാതെ ഇതുപോലുള്ള ഈ ഇൻറ്റൻസീവ് റിവിഷൻ അല്ലത്. അപ്പോൾ അത് ഇലക്ഷൻ കമ്മീഷൻ ഒബ്വിയസ്ലി പ്രത്യക്ഷത്തിൽ അത് ആ ഒരു നിയമത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. കാരണം സ്പെഷ്യൽ ഈ റിവിഷൻ എന്ന് ഇവർ ഉദ്ദേശിക്കുന്ന, ഇൻറ്റൻസീവ് റിവിഷൻ ഉദ്ദേശിക്കുന്നത് അതിന് സമയമെടുക്കുകയും അത് വളരെ വ്യാപകമായ രീതിയിൽ എല്ലാ വീടുകളിലും സന്ദർശിക്കുകയും ലിസ്റ്റ് ഡേറ്റ കളക്ട് ചെയ്യുകയും അതിനുശേഷം ആളുകൾ ഏതെങ്കിലും വോട്ടേഴ്സിനെ അതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യാൻ, ഒഴിവാക്കാൻ തീരുമാനിക്കുന്നെങ്കിൽ അതിനു മുമ്പ് ഈ ഒഴിവാക്കപ്പെടാൻ പോകുന്ന ആളുകൾക്ക് നോട്ടീസ് കൊടുക്കുകയും അവരുടെ വാദം, അവരുടെ ഭാഗം കേൾക്കുകയും അതിനുശേഷം മാത്രമേ ഒരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെല്ലാം സമയമെടുക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ 2 കോടി അല്ലെങ്കിൽ 3 കോടി ജനങ്ങൾ ഇടയ്ക്ക് ഒരു 10-20 ലക്ഷം ആൾക്കാരെ മാറ്റുന്നു എന്ന് വെച്ചു. ആ 20 ലക്ഷം ആൾക്കാരോടും ചോദിച്ച് അവർ ഭാഗം കേട്ട് അതിനുശേഷം മാത്രമേ ഒരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. ഇതന്നെ 1 മാസം 2 ആഴ്ച കൊണ്ട് പറ്റുന്ന കാര്യമായതൊക്കെ.